മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഓൾ സഫറിങ് അല്ലേ, നമ്മളെല്ലാം എന്തിനോ വേണ്ടി സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. ഈ ഐഡിയൽ സെൽഫും സപ്രസ് സെൽഫും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മാസ്ക്. ഫ്രണ്ട് സർക്കിളിലൊക്കെ നോർമലി നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ആദ്യമായിട്ട് ഇപ്പം ചില ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് അയ്യോ അപ്പം പേടിക്കണമല്ലോ, നിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ പേടിക്കണമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറയും അങ്ങനെയൊന്നുമില്ല, അത് ഇൻറ്റൻഷനലി ചെയ്താലേ ഉള്ളൂ, അത് പ്രൊഫഷണലി ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നമ്മൾ ഇൻറ്റൻഷൻ, അതായത് ഇപ്പോൾ ഒരു എനിക്കത് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പോൾ അതൊന്നും വരില്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഇത് പറയുന്നത് കള്ളല്ല. യെസ് ഓഫ് കോഴ്സ്. പല മെന്റലിസ്റ്റുകളും ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, മരിച്ചുപോയ ആൾക്കാർ നേരിട്ട് കാണാനൊരു അവസരം ഒരുക്കിക്കൊണ്ട് അവർ ചെയ്യുന്നത് ശരിയാണോ? ഒരു ലെസ്ബിയൻ കപ്പിൾസോ അല്ലെങ്കിൽ ഗേ കപ്പിൾസോ ഒക്കെ അവരൊക്കെ കൂടുതൽ മീഡിയയിൽ വന്നെന്നോർത്ത് അല്ലെങ്കിൽ അവരെ ആളുകൾ കണ്ടെന്നോർത്ത് ആരും അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിലേക്ക് വരാൻ പോകുന്നില്ല. ഞാൻ ഇടത്ത് കൈയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ വയറിങ് കുറച്ചും കൂടെ ബെറ്റർ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ. എൻ്റെ ലൈഫ് മൊത്തം ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. നമുക്കിപ്പോൾ പറയാം, ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ഥലത്ത് ഒരുമിക്കുന്നു. അത് നമുക്കിപ്പോൾ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് യൂണീക്ക് എന്ന് നമ്മൾ പറയില്ലേ, ഓരോ വ്യക്തിയും വ്യത്യസ്തർ തന്നെയാണ്. പക്ഷേ ഈ ഒരു കൂട്ടം ആൾക്കാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിക്കുമ്പോൾ അവരാദ്യം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കൂ അല്ലേ. ഒരിക്കലും എൻ്റെ നെഗറ്റീവ് സൈഡ് ഇതാണ് എന്ന് നമ്മളൊരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അംഗീകരിച്ച് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഒരു 2 or 3 days ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അവര് വെയർ ചെയ്തിട്ടുള്ള ആ ഒരു മാസ്ക് അത് താനെ പല ഇൻസിഡൻസ് കൊണ്ടും അഴിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഏതിലേക്കാണെന്ന് നിരീക്ഷന് മനസ്സിലായിട്ടുണ്ടാകും. അതെ, ബിഗ് ബോസിനെ പറ്റിട്ട് തന്നെയാണ്. അവിടെ എങ്ങനെയാണ് അവരിങ്ങനെ അവരുടെ ആ ഒരു റിയൽ സെൽഫ് പുറത്ത് കൊണ്ടുവരാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ഒരു മാസ്ക് ധരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും മാസ്ക് ധരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മാസ്ക് ധരിക്കുന്നില്ല എന്നാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഓൾ സഫറിങ് അല്ലേ, നമ്മളെല്ലാം എന്തിനോ വേണ്ടി സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലെ ട്രോമയും ചൈൽഡ്ഹുഡിലെ റിവാർഡുമാണ്. നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ എന്തിനൊക്കെയാണോ റിവാർഡ് കിട്ടിയത് നിങ്ങളത് കൂടുതൽ ആ ബിഹേവിയർ നിങ്ങൾ കൂടുതൽ ചെയ്യാനും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നെഗറ്റീവായിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ട് ഞാൻ ട്രോമ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല, നെഗറ്റീവ് റിവാർഡ് കിട്ടിയത് നിങ്ങളത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ആകെ കൂടെ തുകയാണ് ഇന്നത്തെ നിങ്ങൾ. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു സെൽഫുണ്ട്, നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ഒരു ഐഡിയൽ സെൽഫുണ്ട്. ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. ഐഡിയൽ സെൽഫും സപ്രസ്ഡ് സെൽഫും. ഓക്കെ, സപ്രസ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എന്നോട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ പറയുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയൽ സെൽഫ് നിങ്ങളെ കൊണ്ടത് സമ്മതിപ്പിക്കുന്നത്. അതായത് നിങ്ങളെ ഇങ്ങനെയാണ് ഞാൻ കാണേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. സോ ഈ ഐഡിയൽ സെൽഫും സപ്രസ്ഡ് സെൽഫും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മാസ്ക്. ഓക്കെ, ഇതിൻ്റെ അതായത് നമ്മൾ പറയുന്ന ഐഡിയൽ സെൽഫ് മൈനസ് ഇതൊരു ഫോർമുല പോലെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഐഡിയൽ സെൽഫ് മൈനസ് സപ്രസ്ഡ് സെൽഫ് equal to plus the mask is your projected identity. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് എന്ന സ്ഥലത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു പ്രൊജക്റ്റഡ് ഐഡൻറ്റിറ്റി ഉണ്ട്, എൻ്റെ ഒരു ഐഡിയൽ സെൽഫ് ഞാൻ നല്ല. പക്ഷേ അവിടെ ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടം ആൾക്കാരിലേക്ക് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് പേഴ്സണാലിറ്റി ഉണ്ട്. പല ടൈപ്പ് പേഴ്സണാലിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഹൈലി എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും, ചില ആൾക്കാർ ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ ന്യൂറോട്ടിക് എന്ന് പറയും. ന്യൂറോട്ടിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ ന്യൂറോട്ടിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡ്രാമാറ്റിക് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഒരു കൂട്ടത്തിലിടും.
അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദ മാസ്ലോസ് ഹൈറാർക്കി. മാസ്ലോസ് ഹൈറാർക്കിയിലെ നീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നീഡ് ഹൈറാർക്കി തിയറി ഡിഫറെൻറ്റ് ലെവൽസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ. ചിലർക്ക് ഇമ്പോർട്ടൻസ് ഞാനാണ് മിടുക്കൻ, അല്ലെങ്കിൽ എന്നെ എല്ലാവരും അങ്ങനത്തെ ഒരു സിഗ്നിഫിക്കൻസ് കൂടുതൽ വേണ്ട വ്യക്തികളുണ്ടാവും. ചില വ്യക്തികൾക്ക് ബിലോങ്ങിങ് വേണം, എനിക്ക് എപ്പോഴും ആരെങ്കിലും വേണം എൻ്റെ കൂടെ, ഞാൻ ആരുടെയെങ്കിലും കൂടെ ചേരാൻ നോക്കും. മറ്റു ചിലർ വളരെ റെബലായിരിക്കും, അതായത് എനിക്ക് റൂൾസ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ ബിഗ് ബോസിനെ വരെ ചിലപ്പോൾ ചോദ്യം ചെയ്യും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, ഉണ്ടാവാം. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതായത് എല്ലാം കൃത്യമായിട്ട് റൂൾസ് സഹിതം മാത്രം ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോൾ ഒരാൾ റൂൾ ബ്രേക്ക് ചെയ്യുന്നു, ഒരാൾ റൂള് നോക്കുന്നയാളാണ്. സോ ഇവർ തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സപ്രസ്ഡ് സെൽഫ്, അതായത് ബിഗ് ബോസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഈ സപ്രസ്ഡ് സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഈ ഡിസ്റ്റൻസ് കൂട്ടും തോറും മാസ്ക് കൂടിക്കൊണ്ടിരിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ അവിടെ കൊടുക്കുന്നത് എന്താണ്, അവരുടെ ബേസിക് നീഡ്സ്, അവരുടെ ഫുഡ്, ഉറക്കം, ഇതൊക്കെ കട്ട് ഡൗൺ ചെയ്യും. ഫുഡിന് വേണ്ടി നമ്മൾ പറയും, ഫുഡ് ഒരു ശകലം കറിക്ക് വേണ്ടിയിട്ടാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത്. ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആണ്, അവർ വഴക്കുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഉറക്കം, ടാസ്കുകൾ കൊടുക്കുക, അവരെ കൂടുതലായിട്ട് സ്ട്രെസ്ഡ് ആക്കി കൂടുതൽ ഉറക്കം കൊടുക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ആക്ച്വൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ളവരെ എല്ലാവരെയും സർവൈവൽ മോഡിലേക്ക് ആക്കുക എന്നുള്ളതാണ്. സർവൈവൽ മോഡലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ആനിമൽ ഇൻസ്റ്റിക്റ്റ് ആയിരിക്കും. പിന്നെ അത് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. പിന്നെ മാസ്ക് ഒക്കെ നമ്മൾ ഈ പറയുന്ന മാസ്ക് കഴിഞ്ഞ് വീഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ സപ്രസ്ഡ് സെൽഫ് വെളിയിലേക്ക് വരാൻ തുടങ്ങും. സോ ഈ സപ്രസ്ഡ് സെൽഫ് വെളിയിലേക്ക് കൊണ്ടുവരാനാണ് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഈ കാണിച്ചിരിക്കുന്നത് ഞാനൊരു നല്ല വ്യക്തി, ഞാനൊരു മാന്യൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈവറ്റ്ലി നമ്മളൊന്നും അത്ര നല്ല ആൾക്കാരല്ല, അല്ലേ? അപ്പോൾ ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ ബിഹേവിയർ അനാലിസിസിലും ചെയ്യുന്നത്. ഒരു ഇൻട്രോഗേഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അവിടെ ഇരിക്കുമ്പം അയാൾക്ക് ഒരു ഐഡിയൽ സെൽഫായിരിക്കും അയാൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ബിഹേവിയർ ലീക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സപ്രസ് സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ സെയിം ബിഗ് ബോസിലെ പോലെ തന്നെ ഡിസ്റ്റൻസ് കൂട്ടണം. ഡിസ്റ്റൻസ് കൂട്ടുന്ന സമയത്ത് അവരുടെ അവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ. അതായത് ഇത് പറഞ്ഞാൽ ശരിയാവും, അത് പറഞ്ഞാൽ ശരിയാവൂ, ദേഷ്യം വരും, പക്ഷെ ദേഷ്യം കടിച്ചമർത്തും. പക്ഷെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും. ബിഗ് ബോസ് ഇത് കുറച്ചും കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, കൂടുതൽ ആൾക്കാരെ ഇടും. അതായത് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണോ, ഞാൻ എങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണോ, എൻ്റെ ഈഗോ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് എന്നെ കണക്ട് ചെയ്യും. സോ ഞാനൊരു സപ്രസ്ഡ് സെൽഫ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ബിഗ് ബോസ്. ഓക്കെ, എല്ലാവരും ഈ ഒരു മാസ്ക് അണിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ മസ്താനിയുടെ കേസിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? മസ്താനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും ഓരോ ഗെയിം പ്ലാൻ വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് ആക്ച്വലി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അതായത് ഇപ്പം എനിക്ക് ഇതിൻ്റെ 24/7 ലൈവ് കണ്ട് ഇരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എഡിറ്റഡ് വേർഷനാണ് കാണുന്നത്. ആ എഡിറ്റഡ് വേർഷൻ കാണുന്ന സമയത്ത് നമുക്കത് കണ്ടുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്താണ് ദ റിയൽ. നമ്മൾ കാണുന്നത് മറ്റൊരു റിയാലിറ്റി ആയിരിക്കാം. അവരെന്താണോ നമ്മുടെ ചുറ്റിലും നടക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. പെർസെപ്ഷൻ മാനേജ്മെൻറ്റാണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത്. അതായത് ആരെ എടുത്തു കഴിഞ്ഞാലും, ബിസിനസ്മാൻ ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഈവൻ ബിഗ് ബോസ് ആയിക്കോട്ടെ, വാട്ടെവർ, അവിടെ ഒരു പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് പബ്ലിക് എന്താണോ കാണേണ്ടത്, പബ്ലിക് അത് മാത്രമേ കാണുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണില്ല. അതെല്ലാം ഒരു ശരിക്കും ഒരു റിഹേഴ്സൽ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിങ്ങനെ ആയിരിക്കണം. നമ്മൾ ചിലപ്പോൾ ചില സെലിബ്രിറ്റീസ് ഒരു നല്ല കാര്യം ചെയ്യുന്നു, അയാൾ വലിയ ആളെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്ത് വേറെണ്ണം കാണും, അപ്പോൾ അയാൾ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാവും. ഇതെല്ലാം അതായത് ഇന്ന് കൊള്ളാത്തൊരു വ്യക്തിയെ നാളെ നല്ല ആളാക്കാനും നല്ല ആളെ കൊള്ളാത്ത ആളാക്കാനും പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് വെച്ച് പറ്റും. ഇലക്ഷൻ സമയത്തൊക്കെ നമ്മളത് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ മസ്താനിയുടെ എന്താണ് ആക്ച്വലി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും? അതായത് നമ്മൾ പറഞ്ഞു എല്ലാവരും ഓരോ മാസ്ക് അണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ റിയൽ ഫേസിനെ അല്ലെങ്കിൽ സപ്രസ്ഡ് ഫേസിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ മസ്താനി അവിടെ വന്നത് മുതൽ പോകുന്നത് വരെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാത്തിനോടും എതിർത്തുകൊണ്ട് അവളുടെ ഒരു നല്ല വശം അവൾ കാണിക്കാനായിട്ട് അവിടെ ശ്രമിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ
ഏറ്റവും ആൾക്കാർ ഹെയ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ള ആളും ഓക്കെ, ഇതൊരു ഐസൊലേഷൻ ആണ് ആക്ച്വലി. ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, ഞാനിപ്പോൾ ഇദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എനിക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ഇദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിച്ചു, എന്തോ ഒരു കാര്യം ചോദിച്ചു, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലെങ്കിൽ നല്ല കാര്യമാണോ ചീത്ത കാര്യം, ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലോ? ഇപ്പൊ ഞാൻ നിന്റെ മുന്നിലിരിക്കുന്നില്ലേ? ഞാനിപ്പം ഇതിന്റെ ഫ്രണ്ടിൽ ഒരു മറ വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് എടുത്തത്? എനിക്കറിയാൻ പറ്റുമോ? ഇല്ല, ഞാൻ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കാൻ പറ്റൂ. നിങ്ങൾ സംസാരിക്കുന്നില്ല. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു മറയുണ്ട്. ഞാൻ ഇപ്പുറത്തിരുന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് ഞാൻ എങ്ങനെ അറിയും? എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഞാൻ ഐസൊലേറ്റഡ് ആണ്. ഞാൻ ഐസൊലേറ്റഡ് ആവുന്ന സമയത്ത് ഞാനത് പറഞ്ഞത് എന്തിനാണ്? ഇതെന്റെ ശരി ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ആദ്യത്തേക്ക് വീണ്ടും വരുവാണ്, എൻ്റെ ശരി ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്കും അത് എന്നെപ്പോലെ തന്നെ ആയിരിക്കും കിട്ടുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് യു. നിങ്ങളിൽ നിന്നുള്ള ഡാറ്റ എനിക്ക് കിട്ടണം. ആ ഡാറ്റ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ഒരു ഫീഡ്ബാക്കും ഇല്ല. ദിസ് ഈസ് ഹാപ്പനിങ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഓരോ വ്യക്തിക്ക് എന്തൊക്കെ പറ്റിയെന്നുള്ള ഒരു ഡാറ്റ നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊടുത്താൽ ഇവരാരും ഇങ്ങനെ പെരുമാറത്തില്ല. ഇവരെല്ലാവരും ഫീഡ്ബാക്ക് എടുത്ത് അവർ ഇംപ്രവൈസ് ചെയ്യും. പക്ഷെ ഇവിടെ ഇംപ്രവൈസ് ചെയ്യാനുള്ള സാഹചര്യമില്ല. സോ ദിസ് ഈസ് ഐ തിങ്ക് ഇതാണ് റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ലക്ഷ്മി ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായല്ലോ, ആദില നൂറ, ആ ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ആ ഒരു കാര്യത്തിൽ അവരിങ്ങനെ ഉണ്ടാകുമ്പോൾ, അവരെ പോലുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുകയും ലക്ഷ്മിയുടെ മകൻ ഉൾപ്പെട്ട ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ അതിലേക്ക് കൂടുതൽ അതിനെ എന്താ പറയാ, അതിനെ ഒരു റോൾ മോഡലായിട്ടൊക്കെ കണ്ടുകൊണ്ട് അതുപോലെ ആവാനായിട്ട് തീരും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പരാമർശം ഉണ്ടായല്ലോ. അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു ലെസ്ബിയൻ കപ്പിൾസോ അല്ലെങ്കിൽ ഗേ കപ്പിൾസോ ഒക്കെ അവരൊക്കെ കൂടുതൽ മീഡിയയിൽ വന്നെന്നോർത്ത് അല്ലെങ്കിൽ അവരെ ആളുകൾ കണ്ടെന്നോർത്ത് ആരും അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിലേക്ക് വരാൻ പോകുന്നില്ല. അതായത് ഞാനൊരു വലങ്കയ്യനാണ്, നാളെ തൊട്ട് ഞാൻ ഇടങ്കയ്യന്മാരുടെ മാത്രം ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനൊരു ഇടങ്കയ്യനാവില്ല, ഞാനൊരു വലങ്കയ്യനേ ആവുള്ളൂ. സോ ഇതൊരു ലേൺഡ് ബിഹേവിയർ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും കണ്ടു പഠിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. പിന്നെ അതിനോട് ചേർത്ത് അടുത്ത ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞാൽ, പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ ഇങ്ങനെ മീഡിയയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇതിലേക്ക് വരുന്നത്? അതാണ് ഇതിന്റെ ആക്ച്വൽ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഞാനൊരു ഇടങ്കയ്യനാണ്, എല്ലാവരും എന്നെ വലങ്കൈ കൊണ്ട് എഴുതാനാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത്ര എഴുതാൻ പറ്റുന്നില്ല. ഐ ആം കൺഫ്യൂസ്ഡ്. ആ സമയത്ത് ഞാനിത് കാണുവാണ്, ഓക്കെ ഒരു ഇടങ്കൈ അതുകൊണ്ട് എഴുതുന്നു ഒരു കൂട്ടം ആൾക്കാർ. അപ്പം ഞാൻ വിചാരിക്കും, ഓക്കെ ഇതെനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, സോ ദിസ് ഈസ് മീ, ദിസ് ഈസ് മൈ ഗ്രൂപ്പ്. സോ എൻ്റെ കൺഫ്യൂഷൻ അവിടെ മാറുന്നു. ഐ ആം ഐഡന്റിഫൈങ് മൈസെൽഫ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള അയാളെ കുറിച്ചുള്ള ഒരു പിക്ചർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതെ, ഓഫ് കോഴ്സ്. അതല്ലാതെ ഒരു മീഡിയ കണ്ടെന്നോർത്തോ ഇതൊരു ലേൺഡ് ബിഹേവിയർ അല്ല, ഫോർ ഷുവർ. ദെൻ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ്. ഈ ഒരു കാര്യം നോർമലൈസ് ചെയ്യപ്പെടും. ഇത് നമ്മളായിട്ട് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാലങ്ങളായിട്ട് ഈ പ്രകൃതിയിലുള്ള ഒരു സാധനമാണ്. 1500 പരം ജീവികളിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്. ഡോൾഫിൻസ്, സിംഹങ്ങൾ, ഇവരൊക്കെ സെയിം സെക്ഷൽ ആയിട്ട് ജീവിക്കുന്ന മൃഗങ്ങളാണ്. സോ ഇത് നേച്ചറിലുണ്ട്. ഇനി ഇത് സമൂഹത്തിൽ വേണ്ടാത്തൊരു സംഗതിയാണ്. ഇത് നേച്ചറിന് ഹാംഫുൾ ആണെങ്കിൽ അതൊരിക്കലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യില്ല, ഇത് എക്സ്റ്റിൻറ്റ് ആയിപ്പോവും. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ഗേ കപ്പിളോ ലെസ്ബിയൻ കപ്പിൾസ് അവരെങ്ങനെ റീപ്രൊഡക്ഷൻ നടത്തും? റീപ്രൊഡക്ഷൻ ഇല്ലല്ലോ. സോ റീപ്രൊഡക്ഷൻ ഇല്ല എന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് പറയുന്നത് മനുഷ്യരെ വെച്ചിട്ട് മാത്രമല്ല, എല്ലാവരും വെച്ചിട്ട്. അപ്പം നമ്മൾ ഒരു ഗേ കപ്പിൾ വരുമ്പോൾ അവർക്ക് നെക്സ്റ്റ് തലമുറ ഇല്ലല്ലോ.
അപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേറ്റീവ് ഓഫ് സ്പ്രിങ്സ് അതായത് റിലേറ്റീവ്സിൻ്റെ നെക്സ്റ്റ് ജനറേഷനെ അവർക്ക് കൂടുതൽ റിസോഴ്സസ് കൊടുക്കാൻ പറ്റും. അവരുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീൻ തന്നെയാണ്. സോ ഇത് ഇൻഡയറക്ട്ലി അവർക്ക് അവരുടെ ജീൻ അവരുടെ മീൻസ് ആ ജീൻ മുന്നോട്ട് പോകും. സോ അതുപോലെ തന്നെ ഗേ കപ്പിൾസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സെയിം സെക്സിലുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിൻ്റെ സർവൈവലിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസോഴ്സസ് അത് അവർക്ക് ഒരു ഗ്രൂപ്പിലേക്കോ അവരുടെ റിലേറ്റീവിലേക്കോ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു നോർമലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം. ഇത് നോർമലൈസ് ചെയ്യാൻ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇതൊരു എററാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഇത് അല്ലെങ്കിൽ അതായത് നമ്മുടെ ഒരു തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത് ബൈനറിയാണ്. അതായത് ആണല്ലെങ്കിൽ പെണ്ണ്, 1 അല്ലെങ്കിൽ 0. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ ഒരു ബൈനറി ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ഇതൊരു എററല്ല, ഇത് നേച്ചറിൻ്റെ ഡിസൈനാണ്. അതായത് നേച്ചർ സർവൈവ് ചെയ്യുന്നത് വേരിയേഷൻസിലൂടെയാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 1.1, 1.2, 1.3, 1.4 നിങ്ങൾ അനലോഗായിട്ട് ചിന്തിക്കും. അപ്പോൾ ഇത് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യം, ഇത് നേച്ചർ ഓൾവേസ് നോർമലൈസ് ചെയ്തോളും. ഇതിവിടെ ആവശ്യമുണ്ട്, ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇതിവിടെ കാണില്ല. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പിന്നെ അടുത്തത് ഈ കോമന്റ് സെക്ഷനൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ലെസ്ബിയൻ കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ LGBTQ-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് ചോദിക്കുന്നത്, അത് നോർമൽ പീപ്പിളാണ്, ഞാൻ ഈ LGBTQ-ൽ ഉൾപ്പെടുന്ന ടീമിനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരോട് പറയും, അതിപ്പോൾ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ മകനോ ആണ് ഈ ഒരു രീതിയിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? സോ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ഒരു വ്യക്തി അയാൾ ഒരു കോൺഫ്ലിക്റ്റിലൂടെ അയാളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടൊരു കാര്യമാണ്. അതായത് എനിക്ക് വലങ്കൈ വെച്ച് ഞാൻ അതായത് ഞാൻ ഇടത്ത് കൈയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ വയറിങ് കുറച്ചും കൂടെ ബെറ്റർ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ, എൻ്റെ ലൈഫ് മൊത്തം ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാണ്. എനിക്കത് ഒരിക്കലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് വേറെന്തോ എൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒരു വ്യക്തിയെ നമ്മളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവനുണ്ടാകാൻ പോകുന്ന ട്രോമ, നമ്മളീ പറയുന്ന ട്രോമ എന്ന് പറയുമ്പോൾ ഒരാളോട് ദേഷ്യപ്പെടുന്നു, ഒരാളോട് തല്ലുന്നു, ഇതൊന്നും ആവണമെന്നില്ല ട്രോമ. അവൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാവാതെ അവനുണ്ടാകുന്ന കൺഫ്യൂഷൻ വരെ ട്രോമയായി മാറാം. സോ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ്, ഇതെങ്ങനെയാണ്, ഇതെന്താണ് ഇതിൻ്റെ റീസൺ മീൻസ് ഇതൊരു എററാണെന്ന് നിങ്ങൾ കരുതാതിരുന്നാൽ മതി. ഇതൊരു എററല്ല, ഇതിങ്ങനെയാണ് പ്രകൃതി. ഇത് എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്? നമ്മുടെ കൾച്ചറും നമ്മുടെ വിശ്വാസങ്ങളും, ബിലീഫ് സിസ്റ്റം, റിലീജിയസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ്, സൊസൈറ്റി എന്ന് പറയുന്നത് ബിലീഫ് സിസ്റ്റത്തിനും നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നതും സൊസൈറ്റി തന്നെയാണ്. സോ ഈ ഒരു കാര്യങ്ങൾ ഇതിലേക്ക് ആഡപ്പ് ചെയ്യുമ്പോഴാണ് ഇത് ഒരു എററായി മാറുന്നതും അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. ഇതൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്തും ഈ പറയുന്ന ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ്. സോ അതിനുശേഷം വന്നതാണ് ഈ പറയുന്ന ബിലീഫ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം. സോ ഏതാണ് നോർമലൈസ് ചെയ്യപ്പെടേണ്ടത്? അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് പേഴ്സണൽ ആണ്. അത്രക്കൊന്നും പേടിക്കാനൊന്നുമില്ല, ടെൻഷനൊന്നും ആവണ്ട കേട്ടോ, കൂളായിട്ടിരുന്നു. അതായത് ഈ ഒരു പൊതുവെ മെന്റലിസ്റ്റ് അല്ലെങ്കിൽ ബിഹേവിയർ അനലിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ കോമൺ പീപ്പിളിന് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയം, അതോ അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു പ്രണയം ഉണ്ടെങ്കിൽ, അങ്ങനെ അവരൊക്കെ സാധാരണ ജീവിതത്തിൽ പല കള്ളങ്ങളും ആവർത്തിച്ച് പറയും അല്ലേ? നമ്മളായാലും ഞാനായാലും നിങ്ങളായാലും ഒക്കെ പറയും. പല സാഹചര്യങ്ങളാണ് നമ്മളെ അതിനായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്തുന്ന പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ നിരീഷിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പറയുന്നു, പല കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും. കാരണം എനിക്കറിയാം നിൻ്റെ സെൽഫ് എന്താണെന്ന് അറിയാം, നീ ഏത് ഫീൽഡിലാണെന്ന് അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ ഞാൻ പറയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടാവോ, ഞാനിപ്പോൾ പറഞ്ഞത് കള്ളാണല്ലോ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ എല്ലാ റിലേഷനിലും ഈ ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട്സൊക്കെ കുറവാണോ? ഓക്കെ, അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, അതായത് നമ്മൾ മറ്റുള്ളവരെ കാണുന്ന പെർസ്പെക്റ്റീവ്, ദിയർ റീസൺസ് അല്ലേ? ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അതായത് എല്ലാവരും ഓരോ റീസൺസ് ഉണ്ട്, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് ഞാൻ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത്
നമ്മൾ ഇൻറ്റൻഷനലി ആണ് ഒബ്സർവ് ചെയ്ത് ഇത് നമ്മൾ ലേൺ ചെയ്യണമല്ലോ. ഇത് നമ്മുടെ ഒരു സ്കില്ലായി മാറണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻറ്റൻഷനലി ഇത് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ മാറി ഓടിക്കുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഓട്ടോമാറ്റിക്കാവും, അത് ഓട്ടോ പൈലറ്റ് മോഡാവും. ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, അതായത് ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നിൽക്കുന്ന സമയത്ത് നീ ഇപ്പോൾ പറഞ്ഞതല്ലേ അങ്ങനെ ചോദിക്കും. പക്ഷേ അത് വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതായത് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, അതായത് ഒരു വ്യക്തി എല്ലാവരും കള്ളം പറയും, ഞാൻ ഉൾപ്പെടെ. പക്ഷെ അത് ഏത് സാഹചര്യത്തിൽ പറയുന്നു, ഞാൻ എന്തിനത് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നീ ഇപ്പം എന്നോട് കള്ളം പറയുന്നു, നീ എങ്ങനെ കള്ളം പറയാൻ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. അത് എനിക്കൊരു ദ്രോഹമായി മാറുന്നില്ല. മേ ബി ഒരു കൂടുതലായിട്ടും ആളുകൾ കള്ളം പറയുക എന്ന് പറയുന്നത് അവരുടെ പ്രൈവസിയാണ്. നീ ഒരു കാര്യം ഞാൻ അറിയണം എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയും. നിനക്കത് പറയണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം നീ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ ഒരു കള്ളമെന്ന് നമുക്ക് വേണേൽ പറയാം, നുണ വേണേ എന്ന് അങ്ങനെ പറയാം. ആ ഒരു കാര്യത്തിലൂടെ നീ അതിനെ ഹൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഇൻഫർമേഷനെ ഹൈഡ് ചെയ്യുവാണ് ഒരു നുണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനിപ്പുലേഷൻ ഒന്നും ഞാൻ അതിൽ പെടുത്തുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ചോദ്യം ഫ്രണ്ട് സർക്കിളിലൊക്കെ നോർമലി നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത്, ആദ്യമായിട്ട് ഇപ്പം ചില ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെ അയ്യോ അപ്പം പേടിക്കണമല്ലോ, നിൻ്റെ കണ്ണി നോക്കുമ്പോൾ പേടിക്കണമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയൊന്നുമില്ല, അത് ഇൻറ്റൻഷനലി ചെയ്താലേ ഉള്ളൂ, അത് പ്രൊഫഷണലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നമ്മൾ ഇൻറ്റൻഷൻ, അതായത് ഇപ്പോൾ എനിക്കത് ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പോൾ അതൊന്നും വരില്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഇത് പറയുന്നത് കള്ളല്ല. യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഇത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. ശരിക്കും പറഞ്ഞ് നമ്മൾ പറയുന്ന സമയത്ത് ഇതിൽ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, നമ്മുടെ സൗണ്ട്, നമ്മുടെ പിച്ചിലുണ്ടാകുന്ന ഡിഫറൻസ്, ഓരോ ഒരു വാചകം പറയുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ്, പ്രോനൗൺസ്, നേരത്തെ പറഞ്ഞ പ്രോനൗൺസ്, അതായത് ബേസ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ബിഹേവിയറിലും ഉണ്ട്. അത് എനിക്ക് പെട്ടെന്ന്, അതായത് എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ ചോദിക്കാറുണ്ട് ആളുകൾ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അതൊരു പ്രോബ്ലം ആവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു ഹെർ. എത്ര മനോഹരമായിരിക്കും അല്ലേ? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താ വേണ്ടതെന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അറിയില്ല. എനിക്കത് അറിയാൻ പറ്റുന്നെങ്കിൽ ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു ഹെർ. അവിടെ ഒരു കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും അല്ലേ? അയാൾ ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ അയാളുടെ റീസൺസ് ഇതായിരിക്കാം എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലേ? സോ ഇതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പല മെന്റലിസ്റ്റുകളും ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് മരിച്ചുപോയ ആൾക്കാരെ, ഒരാളുടെ ഇമോഷൻ വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ മരിച്ചുപോയ ആളിനെ നേരിട്ട് കാണാനൊരു അവസരം ഒരുക്കിക്കൊണ്ട് അവർ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ശരിക്കും കാണാൻ പറ്റുമോ? ഓക്കെ, ഈ ഒരു ഹിപ്നോസിസ് ആക്ടിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇങ്ങനൊരു ഹാലൂസിനേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീപ്പ് ലെവൽ ട്രാൻസിൽ പോകണം. ഡീപ്പ് ലെവൽ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് കോൺഷ്യസ് വളരെ വൈഡായിട്ട് ഓപ്പൺ ആവേണ്ട ഒരു അവസ്ഥ. അതായത് നമ്മളൊരു സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിയാലിറ്റി ആയിട്ട് എടുക്കണം. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു അവസ്ഥയാണ് മൈൻഡിൻ്റെ. അപ്പോൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ഈ പറയുന്ന വ്യക്തികളെല്ലാം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും കാണണമെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ആ വ്യക്തിയെ ചിലപ്പോൾ അവർ കുറച്ച് കാലങ്ങൾ എടുത്തിട്ടായിരിക്കും അതിൽ നിന്ന് റിക്കവർ ആയിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ മനഃപൂർവ്വം അതിനെ ഓർക്കാൻ ശ്രമിക്കാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓജോ ബോർഡിനെ പറ്റിയൊക്കെ പറയുന്നത് പോലെ ഒരാത്മാവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർക്ക് ഒന്നുകൂടെ കാണാമല്ലോ എന്നുള്ള ഒരു പോസിറ്റീവ് രീതിയിലായിരിക്കാം അവരതിനെ കാണുന്നത്. ഇപ്പം നമുക്കാണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇത് ചെയ്യുന്ന പ്രൊഫഷണൽസ് അവർ വേണം ഇത് ഓക്കെ ഇതിന് പ്രശ്നങ്ങളുണ്ട്, അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. കാരണം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സബ് കോൺഷ്യസ് ലെവൽ നമ്മുടെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി എന്ന് പറയും. ക്രിട്ടിക്കൽ ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഏരിയ, അത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഏരിയ ഭാഗങ്ങളെല്ലാം ഉണ്ട്, ഡിസിഷൻസ് എല്ലാം വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന സാധനം റിയൽ ആണോ ഇമാജിനറി ആണോ എന്ന് നമ്മളെ അറിയാൻ സഹായിക്കുന്നത് ആൻറ്റീരിയർ സിംഗുലേറ്റ് ഗൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു തലച്ചോറിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ ആൻറ്റീരിയർ സിംഗുലേറ്റ് ഗൈറസിൻ്റെ ആക്ടിവിറ്റി ചെറുതായിട്ട് കുറയും. അങ്ങനെ ചെറുതായിട്ട് കുറയുന്ന സമയത്ത് ഇത് റിയാലിറ്റി ആണോ ഇത് ഇമാജിനറി ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഇയാൾ കണ്ണ് തുറക്കുന്ന സമയത്ത് ഈ മരിച്ചുപോയ വ്യക്തിയെ കാണുന്നു. മരിച്ചുപോയ വ്യക്തിയെ കുറേയൊക്കെ ഇതിൽ ഫേക്കായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. കുറേ ഫേക്കാണ്, പക്ഷെ റിയൽ ആയിട്ട് ചെയ്യുന്നതുമുണ്ട്. റിയൽ ആയിട്ട് കാണാൻ പറ്റുമോ? റിയൽ ആയിട്ട് നമ്മളൊരു സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്വപ്നം റിയൽ ആണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാറുണ്ടോ? ഇല്ല. ദിസ് ഈസ് ദ റീസൺ. അതായത് നിങ്ങളുടെ റിയാലിറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന തലച്ചോറിന് ഞാൻ നേരത്തെ പറഞ്ഞ എലമെന്റ് അവിടെ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി വരുന്ന സമയത്ത് ഇത് റിയാലിറ്റി ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. സോ നമ്മൾ ആ റിയൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്രയും ഓക്കെയാണ്, ഇത്രയും നമ്മൾ പറയുമ്പം ഓക്കെയാണ്. പക്ഷേ അതിന് ശേഷം വരുന്ന അവർക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അതെല്ലാവരിലും ഒരേപോലെ അല്ല വർക്ക് ചെയ്യുക. നമ്മൾ പറയുന്നു നമ്മളത് കാണിച്ചു, അവർക്ക് പെയിൻ ഉണ്ടായി, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായി. അതിനുശേഷം ഒരു പോസ്റ്റ് ഹിപ്നോട്ടിക് സെഷൻ കൊടുത്തിട്ട് ഞങ്ങൾ അവരുടെ ഇമോഷൻസ് എല്ലാം തിരിച്ച് അവരെ സ്റ്റെബിലൈസ് ചെയ്തു എന്നാണ് പ്രൊഫഷണൽസ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഈ ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടത്തിയ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത്രയും വേദന ഉണ്ടായത്? ഇതിൻ്റെ റൂട്ട് കോസ് നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ്. യു ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്. അല്ലെങ്കിൽ വൺസ് നിങ്ങൾ സ്റ്റെബിലൈസ്ഡ് ആയ ഒരു സംഗതി, ഒരു റൂട്ട് കോസ് നമ്മൾ പറയാം ലക്ഷ്യം പിടിച്ച് പൂട്ടിയിട്ട വാതിൽ അല്ലെങ്കിൽ ആണിയടിച്ച മരത്തിൽ നിന്ന് ആണി ഊരുന്നത് പോലെയാണ്. ഒരിക്കൽ നിങ്ങൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആണി ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതേ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ശക്തിയോടെ തിരിച്ചടിക്കും. യെസ്. അപ്പോൾ ഈ ഹിപ്നോസിസ് ഒരു സെഷൻ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഞാൻ എറണാകുളത്ത് ചെല്ലുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കാലിക്കട്ട് ചെല്ലുമ്പോഴായിരിക്കും, ട്രിവാൻഡ്രം, ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഒരു സെഷൻ പോലും എടുക്കുന്നുണ്ടാവില്ല. ആ ഒരു ട്രാൻസിൽ തന്നെ തിരിച്ച് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് വിടുന്നുള്ളൂ. അത് പക്ഷേ അവർ ചെയ്യുമ്പോൾ അതിന് നോർമലി അത് വരുന്നത് സർഫസ് ലെവൽ സിംറ്റംസ് മാത്രമേ സ്റ്റെബിലൈസ് ആവത്തുള്ളൂ. നിങ്ങളുടെ റൂട്ട് കോസ് അവിടെ വീണ്ടും ഓപ്പൺ ആവും. റൂട്ട് കോസ് ഓപ്പൺ ആവും എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ബയോളജിക്കൽ ചേഞ്ച് ഉണ്ടാവും നിങ്ങളുടെ ബ്രെയിനിൽ. നിങ്ങളുടെ നെർവസ് സിസ്റ്റം പ്രശ്നമാവും. നിങ്ങളുടെ അമിഗ്ഡാല വീണ്ടും ആക്ടിവേറ്റഡ് ആവും. നിങ്ങൾ സർവൈവൽ മോഡിലേക്ക് വേണമെങ്കിൽ പോകാം. ഇതൊക്കെ ഒരു സാധ്യതകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജോറിറ്റിയിൽ സംഭവിക്കാം. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള ആക്റ്റുകൾ ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, പുലിയെ കടുവയെ കാണിച്ചു കൊടുക്കുന്നു. കടുവ വരുന്നു എന്ന് പറയും. കടുവ വരുന്നു പറഞ്ഞാൽ വളരെ ഫിയർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഫിയർ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തും ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സബ് കോൺഷ്യസ് ഓപ്പൺ. എനിക്കറിയില്ല, ഒരു പുലി എന്നെ പിടിക്കാൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെ എൻ്റെ ശരീരത്തെ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കും. സർവൈവൽ മോഡാണ്, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ്, ഫ്രീസ് മോഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഹിപ്നോസിസ് സെഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് സർഫസ് ലെവലായിട്ടുള്ള സിംറ്റംസ് മാത്രമേ ഉള്ളൂ കട്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ആവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്റ്റുകൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് വെസ്റ്റ് സൈഡ്, UK, US അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ പോലും നിങ്ങൾക്കൊരു സ്ട്രീറ്റ് ഹിപ്നോസിസ് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് വേണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിക്ക് ഓക്കെ, അതിന് അവർ പ്രൊഫഷണൽസ് ആണ്, അവർ മെഡിക്കൽ സൈഡാണത്, അവിടെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. അതല്ലാത്ത സമയത്ത് ഒരു സ്ട്രീറ്റ് ഹിപ്നോസിന് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള റൈറ്റ്സ് പോലും ഇല്ല. അങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഫണ്ണി ഇതിപ്പോൾ എന്തിനാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഫണ്ണി, ദിസ് ഷുഡ് ബി ഫൺ. അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല ഫീലിംഗ് ഉണ്ടാക്കുന്ന, ഇപ്പോൾ സെലിബ്രിറ്റീസിനെ കാണിച്ചു കൊടുക്കുന്നു, നല്ലൊരു കാര്യമാണ്. എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അതിനുശേഷം അവരുടെ ലൈഫിൽ ആ ഒരു സന്തോഷം ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നിലനിൽക്കും. അവർ റിയലായിട്ട് കണ്ട ഒരു ഫീലല്ലേ.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരുടെ ആ ഒരു ഇമോഷൻസ്, അവർ റിയൽ ആയിട്ടുള്ള അവരുടെ ലൈഫിലെ ഇമോഷൻസാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ട് ഓക്കെ എന്ന് വെച്ചാൽ ഇതൊരു സയൻസാണ്. നിങ്ങളൊരു 3 ദിവസത്തെ വർക്ക്ഷോപ്പിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മറ്റൊരാൾ ചെയ്യാൻ പറ്റും. മറ്റൊരാൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈലി സജസ്റ്റബിൾ ആൻഡ് സസെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികളിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ സജസ്റ്റീവ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമാജിനേറ്റീവ് പവർ ഉണ്ടാവും. അതായത് നിങ്ങൾ കുറച്ചുകൂടെ മാക്സിമം ഇൻ്റലിജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൂടെ നന്നായിട്ട് വർക്കാവും. അപ്പോൾ ഇൻ്റലിജൻറ്റ് മീൻസ് ഇമാജിനേഷൻ. ഇപ്പം നമ്മൾ തരുന്ന സജഷൻസ് നിങ്ങൾ ഇമാജിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തൊട്ടടുത്തിരിക്കണമെന്നൊന്നുമില്ലല്ലോ, ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ലിഫ്റ്റിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ചില സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, അതൊരു ട്രാൻസാണ്. ആ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇമാജിനേറ്റീവ് ആവണം. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ഇപ്പോൾ കണ്ണടച്ചതിന് ശേഷം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റണം നിങ്ങളുടെ മൈൻഡ്. അപ്പോൾ ഈ ഒരു ഇമാജിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഇമാജിനേഷൻ നിങ്ങൾക്ക് ഹാലൂസിനേഷൻ ആയിട്ട് മാറുന്നത് നിങ്ങളുടെ മൈൻഡിൽ അത്രമായിട്ടുള്ള നിങ്ങൾക്ക് ഇമാജിനേറ്റീവ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ അത്ര സജസ്റ്റീവാണ്. അപ്പോൾ ആ ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു വേദന കൊടുക്കുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റിന്, നമുക്കൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഒരിക്കലും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്കതിനോട് യോജിപ്പില്ലാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾക്ക് ഇതിലേക്ക് വരുന്ന സബ്ജക്റ്റിന് കൺസെൻറ്റ് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കൺസെൻ്റ് അല്ല, അതിലൊരു ഇൻഫോംഡ് കൺസെൻറ്റ് ആവശ്യമാണ്. അതായത് ഇദ്ദേഹം BP ഉള്ള ആളാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ലൈനിൽ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ബ്ലഡ് ലൈനിൽ ഉണ്ടോ എന്ന് വരെ നോക്കണം. ഡെമോഗ്രാഫിക് ഡാറ്റ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കണം. ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പുറകെ വ്യക്തി ഓടേണ്ടി വരരുതല്ലോ. സോ ഇതൊക്കെയാണ് ഹിപ്നോസിസ് മരിച്ചവരെ തിരിച്ചു വരുമ്പോൾ. അതുപോലെ തന്നെ ഈ മരിച്ചവർ ഒരാൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും അയാൾക്കത് കാണാനുള്ള ഓഫ് കോഴ്സ് ഉണ്ടാവും, ഒരു സംശയമില്ല അതിനകത്ത്. അപ്പോൾ ഇതൊരു ഡിപ്പെൻഡൻസി ഒക്കെ ക്രിയേറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ അവരെ വിളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ആൾക്കാരുടെ വേറൊരു തെറ്റിദ്ധാരണ. പണ്ട് തൊട്ടേ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ, ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ഒരു മായികമായിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്ററി എലമെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഇത് ചെയ്യുന്ന ആൾ ഇതെന്തോ വലിയ നമ്മളെന്താ പറയുക, മന്ത്രവാദം പോലത്തെ എന്തോ മാജിക് പോലത്തെ ഒരു സാധനമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു നല്ലൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് 3 to 4 days നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. അത്ര എളുപ്പമാണ് ഇത് പഠിക്കാൻ. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ച് പറയുന്നതല്ല, ഇതിനകത്ത് പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന രീതി. അത് ഈ പറഞ്ഞ ആക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് മതി. നിങ്ങൾ നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അത്ര ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് മതി നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ ഇല്ലേ, ഇപ്പോൾ ഈ മരിച്ചവരുടെ കേസ് തന്നെ എടുത്തു. അതിപ്പോൾ കുട്ടിക്കാലത്തെ നമ്മളെ വിട്ടുപോയ ആളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു വ്യക്തിനെ പറ്റി ഒരു ഇമേജ് ഉണ്ടാവണ്ടേ? അല്ലാത്ത പക്ഷം കാണാൻ പറ്റുമോ? അല്ലാത്ത പക്ഷം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫീലിംഗ്. നിങ്ങൾക്ക് ഇതുവരെ, അതായത് നമ്മുടെ തലച്ചോറിന് ഒരിക്കലും ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, സ്വപ്നങ്ങളിൽ നിങ്ങൾ അറിയാത്ത വ്യക്തികളെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷെ ആ വ്യക്തികളെ നിങ്ങൾ എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്. തലച്ചോറിന് ഒരിക്കലും ഒരു ഫേസ് സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ വിട്ടുപോയ ഒരാളെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാണുന്ന ചിലപ്പോൾ ഈ ആളെ തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീലിംഗ്, യു വിൽ ഫീൽ യു ആർ സീയിങ് ദിസ് പേഴ്സൺ, അങ്ങനെ ആയിരിക്കും. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റിക്കറിങ് ട്രോമ. അത് ട്രോമ ആണ്. വൺസ് നമ്മൾ അക്സെപ്റ്റഡ് ആയി, നമ്മൾ അഡാപ്റ്റഡ് ആയ ഒരു സംഗതിയിൽ നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എഗെയിൻ അത് നമ്മുടെ ലൈഫിനെയൊക്കെ ഒരുപാട് ബാധിക്കും. 1 2 3 സ്ലീപ്പ് അങ്ങനെ പറയുന്നില്ലേ? ആ ഒരു സംഭവം കൊടുക്കുമ്പോൾ ഈ 1 2 3 സ്ലീപ്പ് അതങ്ങനെ സംഭവിക്കുമോ? എനിക്ക് എപ്പോഴും കാണുമ്പോഴുള്ള സംശയം. കാരണം ഈ ഒരു സംഭവം പറഞ്ഞ ഉടനെ തന്നെ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സജസ്റ്റബിലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇപ്പം നമ്മൾ റീലിലായിരിക്കും കാണുന്നത്. അപ്പോൾ ആ റീലിൽ കാണുന്ന സമയത്ത് ആ ഒരു വ്യക്തി നിൽക്കുന്നു, സ്ലീപ്പ് പറയുന്നു, സ്ലീപ്പ് ആവുന്നു. പക്ഷേ ഇതിന് മുമ്പ് കുറേ പ്രോസസ്സ് പോകുന്നുണ്ട്. കുറേ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സജസ്റ്റബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സജസ്റ്റബിലിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ല സജസ്റ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നല്ല സജസ്റ്റബിലിറ്റി ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു 1 or 2 മിനിറ്റ്സിലുള്ള ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് ചെയ്ത് അയാൾ ട്രാൻസിൽ എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം അയാളെ പെട്ടെന്ന് ട്രാൻസിന് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു സജഷൻ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എപ്പോഴേലും സ്ലീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗോ ടു ദി സെയിം കണ്ടീഷൻ. അത് ശരിക്കും അൺകോൺഷ്യസ് ആവുന്ന തന്നെയാണ്. അതെ. അപ്പോൾ ആ അവസ്ഥയിൽ ഓൾറെഡി എത്തിച്ചതിന് ശേഷം ഒരു സജഷൻ കൊടുത്തു. ഇനി ഞാൻ സ്ലീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ അവസ്ഥയിൽ ഇനി എത്തും. അതിനുശേഷം നിങ്ങൾ വേക്കപ്പ് ആകുമ്പോൾ നിങ്ങൾ ആ ഒരു സജഷൻ്റെ ഒരു ടെമ്പററി ആയിട്ട് നിങ്ങൾ ആ സജഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ആ സമയത്ത് നിങ്ങൾ 1 2 3 ഒരു ഷോക്ക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷനോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ അവസ്ഥയിലോട്ട് പോകും. അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി സജഷൻ തന്നിരിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾ സജസ്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ കേസസിൽ സംഭവിക്കും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഞാൻ 1000 പേരടങ്ങുന്ന ഒരു വേദിയിൽ 1000 പേരെ ഒന്നിച്ച് ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം എ ഹിപ്നോട്ടിസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങളൊരു വളരെ സജസ്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഹിപ്നോട്ടിക് സ്ലീപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇപ്പം ആൻ്റണി ജാക്കൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റ് ഉണ്ട്, UK ഹിപ്നോട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ ഹിപ്നോട്ടൈസ് ചെയ്യണം. അദ്ദേഹത്തിനെ ട്രാൻസിൽ കൊണ്ടുപോയാലുള്ള അദ്ദേഹം സർട്ടിഫിക്കറ്റ് തരുന്നത്. ആ വ്യക്തി ഇവിടെ കൊച്ചിയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി, അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് ഷോ നടത്തി. ആ ഷോ നടത്തിയപ്പോഴത്തേക്കും അദ്ദേഹം സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചതിന് ശേഷം അദ്ദേഹം സ്ലീപ്പ് പറഞ്ഞിട്ട് ആൾക്കാർ സ്ലീപ്പ് ആവുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രഡീഷണൽ വേ ഓഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുകയാണ്, ഈ രീതിയാണ്. ആൾക്കാർക്ക് സ്ലീപ്പ് ചെയ്യുമ്പം ഇങ്ങനെ നോർമലി ഈ ഒരു പോസ്റ്ററിലേക്ക് പോകുന്നത് ആളുകൾ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ട്രെയിൻ ചെയ്യേണ്ടത്, ഓക്കെ നീ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് സ്ലീപ്പ് ആവേണ്ടത്. അതിന് ശേഷമാണ് അത് വർക്കാവുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി അറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും അത് ഫേമസ് ആയി എല്ലാവരും എത്തിയതുകൊണ്ട് ദിസ് ഈസ് സ്ലീപ്പ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സജഷൻസ് ആണ്, അതായത് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യൂ. അങ്ങനെ ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വൽ സ്ലീപ്പിലേക്കല്ല പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലെ ഓരോ മസിൽ ടിഷ്യൂസും റിലാക്സ് ആയി കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് കംപ്ലീറ്റ്ലി നിങ്ങളങ്ങ് ഉറങ്ങി പോവുമോ? അങ്ങനെ ഉറങ്ങി പോകുക എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോയാൽ സാധാരണ നിങ്ങൾ ഉറങ്ങിയിട്ട് എങ്ങനെയാണ് എണീക്കുന്നത് അങ്ങനെയും എണീക്കും, വേറൊന്നും ചെയ്യാനില്ല. അതിന് മറ്റൊരു സജഷൻ്റെ ആവശ്യം വരുമോ? അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ, അതായത് നമ്മൾ അതായത് ഹിപ്നോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ചില സബ്ജക്ട്സ് ഉണ്ട്, നമ്മളവരെ അതായത് നമ്മളവരെ ഇൻസ്ട്രക്ഷൻ ചെയ്ത് കൊണ്ടുപോകുമായിരിക്കും. പക്ഷെ ഇവർ വളരെ സജസ്റ്റീവ്. ഇവർ നമ്മൾ പറയുന്നതിന് മുമ്പേ പോകും. ഇവർ നമ്മൾ എന്താണോ പറയുന്നത് അതും കഴിഞ്ഞ് ഇവർ പോകും. നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫ് ഹിപ്നോസിസ് മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറയുന്നത്. അവരെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. യെസ്, സെൽഫ് ഹിപ്നോസിസ് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ സജസ്റ്റബിലിറ്റി കൂടിയാലും പ്രശ്നമാണ്. പ്രശ്നം മീൻസ് നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്, കുറഞ്ഞാലും ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ എല്ലാ മനുഷ്യരും ഒരു പരിധി വരെ സജസ്റ്റീവ് ആണ്. സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ. ജസ്റ്റ് ബ്ലിങ്ക് റേറ്റ് നോക്കി മാത്രം ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യാൻ പറ്റുമോ? ബ്ലിങ്ക് റേറ്റ് മാത്രം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചേഞ്ച്, ക്ലസ്റ്റർ, ഇപ്പം ചില വ്യക്തി, ഇപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇരിക്കുന്ന സാഹചര്യം, അതായത് ലൈറ്റ്, ഇപ്പം ചിലർക്ക് ചിലപ്പം എന്തെങ്കിലും അലർജറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, ചിലർക്ക് ജലദോഷം ഉണ്ടാവും, കാറ്റടിക്കുന്നുണ്ട്, ചിലർ ഓൾറെഡി ബ്ലിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലർ കണ്ടിട്ടില്ലേ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് ആദ്യമേ ബേസ് ലൈൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ചില റീസെൻ്റ് ഒരു വീഡിയോയിൽ ഞാൻ ബ്ലിങ്ക് റേറ്റ് എടുത്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് റീസൺ ഇല്ലാതെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക് റേറ്റ് മാത്രമല്ല ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് കണ്ണ് തന്നെ നമുക്ക് പല രീതിയിൽ പ്രൊഫൈലിംഗ് ഉണ്ട്. ഫസ്റ്റ് ബ്ലിങ്ക് റേറ്റ്, ദെൻ എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡ്. അതായത് നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് എത്ര നേരം അടഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെയാണോ ക്വിക്കായിട്ടാണോ കണ്ണടയ്ക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രെസ്സാണോ നിങ്ങൾ റിലാക്സ്ഡ് ആണോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ബ്ലിങ്ക് റേറ്റ് നോർമലി ഒരു 12 to 15 ഒക്കെയാണ് നോർമൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല ചേഞ്ച്, ഞാനൊരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലിങ്ക് റേറ്റ് സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവാം, അത് ഞാൻ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ വാലിഡേഷൻ വന്നാൽ മാത്രമേ ഉള്ളൂ
നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്കൊരു ബ്ലിങ്ക് റേറ്റ് വ്യത്യാസം വന്നു, അത് മാത്രമേ ബ്ലിങ്ക് റേറ്റ് മാത്രമേ വന്നുള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ബ്ലിങ്ക് റേറ്റിൽ വ്യത്യാസം വന്നാൽ ഓക്കെ, വേറെ എന്തെങ്കിലും റീസൺ ആവാം. അതുപോലെ തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഉണ്ടാകുന്ന കൺട്രാക്ഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ, നിങ്ങൾ അട്രാക്റ്റീവ് ആയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ അട്രാക്ഷൻ തോന്നിയാലോ ഇമോഷണൽ അറോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്തെ പ്യൂപ്പിൾ വലുതാവും. അത് പക്ഷേ നമുക്ക് ഇവിടെ ഇന്ത്യൻ സൈഡിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഐസാണ്, ബ്ലാക്ക് ഐസാണ്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ വെസ്റ്റേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള കണ്ണുകളാണ്, നമുക്കത് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ജെന്യുവിൻ സ്മൈൽസ്, ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു, നിങ്ങളുടെ കണ്ണിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ നിങ്ങൾ സ്കെപ്റ്റിക് ആണോ, അതായത് നമ്മൾ സ്കെപ്റ്റിക് ആവുന്ന സമയത്ത് ഇങ്ങനെ നോക്കും, നമ്മൾ ജീവിതകാലം മുഴുവൻ എല്ലാത്തിനോട് സംശയം, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെയുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെ ഒരു നോട്ടത്തിൽ, ഈ ഒരു അടിഭാഗം എപ്പോഴും കുറച്ചും കൂടെ തിക്കായിരിക്കും. അതുപോലെ തന്നെ ദേഷ്യം, നിങ്ങളെല്ലാം സ്കെപ്റ്റിസിസം ഇവിടെയും വരും. ഈ ഗ്ലബല്ല ഏരിയയിൽ നിങ്ങളിങ്ങനെ എല്ലാത്തിനും ദേഷ്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതെന്നാ നോക്കി ഡിറ്റർമിനിസം, ഇതെല്ലാം വരുമ്പോൾ ഒരു സംശയദൃഷ്ടിയിൽ എല്ലാം അവിടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ഐ ഹോം ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്നലെ രാവിലെ എന്താ കഴിച്ചത്? ഇന്നലെ രാവിലെയോ? യെസ്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ. ഉപ്പുമാവ്. ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ഉച്ചയ്ക്ക് ചോറ്. ഇന്നലെ ഇട്ട ഡ്രസ്സിന്റെ കളർ എന്നാ? ഇന്നലെ ഇട്ട ഡ്രസ്സ് കണ്ണ് മൂവ് ചെയ്യോ? കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്നലെ ഇട്ട ഡ്രസ്സ് ഒരു പിങ്ക് ഷെയ്ഡുള്ള. ഓക്കെ, നോർമലില് ഇതിപ്പോ ഞാൻ പറഞ്ഞത് കൊണ്ടാ ഇത് പറയാതെയാണ് പറയുന്നത്. അല്ല, പെട്ടെന്നല്ല, ഇല്ലല്ല, ഞാനിപ്പോൾ ഇതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്തു. നിങ്ങൾ കോൺഷ്യസ് ആയി, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും. പക്ഷെ ഒരു നോർമൽ കേസിൽ സാധാരണ രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ആലോചിക്കുമ്പോൾ അയാൾ കണ്ണിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ മൂവ്മെൻറ്റാണ്. നമ്മൾ വേറൊരു സാധനമുണ്ട്, ഇടത്തോട്ട് ആര് നോക്കിയാലും അത് കള്ളമാണ്, വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഏറ്റവും ഞാൻ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ സൈക്കോളജി ആണെന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ സ്യൂഡോ സയൻസ് ആണ്, NLP ആണ് പറയുന്നത്. പക്ഷെ അതൊരു ബ്ലണ്ടറാണ് ആക്ച്വലി. അതായത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹോം, നിങ്ങൾ നോർമലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് കൂടുതലായിട്ട്, അല്ലാതെ എപ്പോഴും അല്ല, കൂടുതലായിട്ട് നിങ്ങളുടെ കണ്ണുകൾ പോകുന്നത് ഏത് സൈഡിലേക്കാണ്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഐ ഹോം എന്ന് പറയുന്നത്. നിങ്ങളുടെ നോർമൽ മെമ്മറി റിട്രീവ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ വലത്തോട്ടേക്കല്ലേ പോയത്? മേ ബി ആയിരിക്കാം. അത് എന്തുകൊണ്ട് ഒബ്സർവ് ചെയ്തില്ല? ഇല്ല, അത് ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് ഞാനിപ്പോൾ നിങ്ങളുടെ ബ്ലിങ്ക് റേറ്റ് ശരിയായില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഷ്യസ് ആവും. നിങ്ങൾ അറിയില്ല ഞാൻ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഞാനത് പുറത്തേക്ക് ഡിക്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ മുഴുവൻ കഴിഞ്ഞല്ലോ, നമ്മൾ കുറച്ച് സമയമായാലോ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിങ്ങളെപ്പറ്റി എന്താണ് ഇത്ര മനസ്സിലാക്കാൻ ഇവിടെ ഒരു ഇന്റൻഷൻ ഇല്ല നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള, അല്ല നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവറിത്തിങ് ഇസ് ഒരു ഇന്റൻഷൻ വേണം. ഞാൻ എന്തിനിത് ചെയ്യുന്നു. പിന്നെ ഈ ബോഡി ലാംഗ്വേജ് എപ്പോഴും ഈ ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണല്ലോ, എന്നെപ്പറ്റി എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ യെസ് ഞാൻ ഇയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണെന്ന് മനസ്സിലായി. ഇതല്ല ആക്ച്വലി നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻട്രോഗേഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അയാളുടെ അടുത്ത് നിന്ന് കൺഫെഷൻ കിട്ടുക എന്നുള്ളതാണ്. സോ ആ കൺഫെഷൻ അയാളിൽ നിന്ന് എങ്ങനെ കിട്ടും? ഞാൻ ആദ്യം പറഞ്ഞ അയാളെ മനസ്സിലാക്കാൻ, ഏത് ടൈപ്പ് പേഴ്സൺ ആണ്, അയാളുടെ നീഡ്, വാല്യൂസ്, ഡിസിഷൻ, ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ അയാളുമായിട്ടൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ, നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് നമ്മളെപ്പോലെ തന്നെയാണ്, എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പറയല്ലോ, ഇയാളോട് സംസാരിച്ച പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ആ തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുക. ആ തോന്നലുണ്ടാക്കിയതിന് ശേഷം ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതായത് ക്വസ്റ്റ്യനിങ് മെത്തേഡ്സ് ഉണ്ട്. ക്വസ്റ്റ്യനിങ് മെത്തേഡ്സ് ഇല്ലാതെ ബോഡി ലാംഗ്വേജ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അടുത്തൊന്നും അയാളുടെ നുണയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതായത് ക്വസ്റ്റ്യൻ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട രീതികളുണ്ട്. ഇത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും അക്യുറസി കിട്ടില്ല. വെറുതെ വന്നിട്ട് നിങ്ങളിത് ഓക്കെ ഇങ്ങനെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ വീഡിയോ അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ, വീഡിയോ അനലൈസ് ചെയ്യുമ്പം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ എടുക്കാറ്. അപ്പം അങ്ങനെയുള്ള അപ്പം ഞാൻ പറയും, ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ആക്യുറസി കൂട്ടാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കൺഫെഷൻ,
അപ്പോൾ ഈ ഒരു തോന്നൽ ഉണ്ടാക്കുക, പിന്നെ അയാൾ അറിയാതെ അയാളിൽ നിന്ന്, അതായത് ഇപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ, എന്തൊക്കെയാണ് കഴിച്ചേ, അതിനിടയ്ക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കണം എത്ര വയസ്സായി, ഓക്കെ. അപ്പം ഞാൻ വയസ്സായെന്നായിരിക്കില്ല ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് അപ്പുറത്തെ ആ ചേട്ടൻ പറഞ്ഞു നിനക്ക് 25 വയസ്സായെന്ന്. അപ്പം നീ ചിലപ്പോൾ 25 ഞാൻ ചിലപ്പോൾ നിനക്കൊരു 35 വയസ്സായെന്ന് തോന്നും. അപ്പം മനുഷ്യന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല ഇല്ല, അല്ലെങ്കിൽ ഇത്ര ആയിട്ടുള്ള കുറച്ച് കൂട്ടി പറയും. അപ്പം നിനക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നിന്റെ ഐഡന്റിറ്റി അത് ഹേർട്ട് ചെയ്യും വല്ലാതെ. നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട്, നിന്റെ ആ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര വയസ്സല്ലേടാ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിലും. അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. സാൻഡ്വിച്ച് മെത്തേഡ്സ് ഉണ്ട്, എസ്കലേഷൻ അല്ല എലിസിറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതോടൊപ്പം തന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയാൻ ഉള്ളൊരു തോന്നലുണ്ടാക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ മാത്രം നമ്മൾ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. ദെൻ അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് കൊടുത്ത് കൺഫഷൻ എടുക്കുക. ഇതാണ് ആക്ച്വലി ചെയ്യുന്നൊരു കാര്യം. നിരീഷ്, യെസ് പറയൂ. നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒരുപാട് എന്നെ ബ്ലോക്ക് ചെയ്യുന്ന, എനിക്ക് എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ, എൻ്റെ ഡിഫക്റ്റ് മനസ്സിലാക്കാനായിട്ടും ഒക്കെ ഇനി ഞാൻ ഫർദർ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി മനസ്സിലായി. പിന്നെ സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നിരീഷിൻ്റെ വായിലൂടെ തന്നെ കേൾക്കാനായിട്ട് പറ്റി. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുള്ളായി തീരട്ടെ. അതുപോലെ ഇനിയും ഒരുപാട് ലോകം അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിൽ എത്തപ്പെടാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് നോട്ട് എ ഡിഫക്റ്റ്. ഓക്കെ, ആ വേർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് നോട്ട് എ ഡിഫക്റ്റ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്, അതൊരു ചലഞ്ചാണ്, ഒരു ചലഞ്ചായിട്ട് അതിനെ കണ്ടാൽ മതി. സോ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണുന്ന പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി. സോ ഡോണ്ട് യൂസ് ദാറ്റ് വേർഡ്. അതുപോലെ തന്നെ എനിക്ക് ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. സോ അത് നിൻ്റെ കൂടെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എക്സൈറ്റ്മെൻറ്റ് ഞാൻ അത്ര എക്സ്പ്രസീവ് അല്ല, അതുകൊണ്ട് എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെൻറ്റ് വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആർട്ടിഫിഷ്യലായി പോകും. അതുപോലെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ കാണുന്ന, അല്ല മീഡിയ കാണുന്ന സമയത്ത്, ആളുകളെ കാണുന്ന സമയത്തൊക്കെ പറയണം, ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കുറേ കാര്യങ്ങൾ ഞാനിവിടെ എനിക്കൊന്ന് പറയാൻ സാധിച്ചു. നിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിച്ച് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. അതുപോലെ ഞാനിവിടെ പറഞ്ഞു വന്ന പല കാര്യങ്ങളും നീ പറഞ്ഞില്ലെങ്കിൽ കൂടെ നിനക്കതിൻ്റെ അന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടി എന്നെനിക്ക് തോന്നുന്നു. സോ എനിവേ താങ്ക് യു സോ മച്ച്. നമസ്കാരം. താങ്ക് യു സോ മച്ച്.